ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച കണ്ടൻറ്റുകളുമാണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നെയിം ദ ടാഗ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻ HTML. ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ അല്ലെങ്കിൽ മറ്റ് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ, ജാവാസ്ക്രിപ്റ്റ് IB ആയിക്കോട്ടെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ HTML ഇൻക്ലൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതെന്നാണ് ആദ്യത്തെ ചോദ്യം. ദ ടാഗ് ഈസ് സ്ക്രിപ്റ്റ് ടാഗ്. Which attribute of the script tag is used to specify the name of the scripting language? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ പേര് പറയാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ലാംഗ്വേജ് ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നുണ്ട്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. എക്സ്പ്ലെയിൻ 3 different ways to add JavaScript in a web page. ഒരു വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനുള്ള 3 മാർഗ്ഗങ്ങൾ. ഫസ്റ്റ് വൺ, scripts within body section of the document using script tag within body section. ബോഡി സെക്ഷൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ്, കണ്ടെയ്നർ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് വെൻ ദ ബ്രൗസർ ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഇൻ ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ്, സ്ക്രിപ്റ്റ് വിത്തിൻ ഹെഡ് സെക്ഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ് യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ് വിത്തിൻ ഹെഡ് സെക്ഷൻ. ചെറിയൊരു വ്യത്യാസമുള്ളൂ. നേരത്തെ ബോഡി ടാഗിനുള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് ആണെങ്കിൽ ഇവിടെ ഹെഡ് ടാഗിനുള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ്. ഇറ്റ് വിൽ ബി ലോഡഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷൻ്റെ പ്രത്യേകത, അതിനകത്തുള്ള കണ്ടന്റുകൾ മുഴുവനും വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോഡാവും. സോ ഓൾ ഫംഗ്ഷൻസ് വിൽ ബി ലോഡഡ് ഇൻ മെമ്മറി ബിഫോർ ഡിസ്പ്ലേയിങ് വെബ് പേജ്. വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ എല്ലാ ഫംഗ്ഷനുകളും ലോഡ് ചെയ്യും. സോ മാത്രമല്ല, മിക്സിംഗ് കണ്ടന്റ് ആൻഡ് സ്ക്രിപ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ ഈസ് നോട്ട് ഡിസൈറബിൾ. അത്ര നല്ലതുമല്ല. ബോഡി സെക്ഷനിൽ കണ്ടന്റും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുന്നത് നമുക്ക് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പം സ്ക്രിപ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണിത്. ഇനി മൂന്നാമത്തെ മെത്തേഡ്, ലോഡ് സ്ക്രിപ്റ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ .js ഫയൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, അതന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .js ആണ് വരിക. അതിന് ഒരു പ്രത്യേകമായ ടാഗ് തന്നെ, സ്ക്രിപ്റ്റ് ടാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. SRC ഈസ് ഈക്വൽ ടു ഏതാണോ നമ്മുടെ ഫയൽ, ആ ഫയലിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ myfile.js ഒന്ന് എക്സാമ്പിളായിട്ട് കൊടുത്തതേ ഉള്ളൂ. ഈ മെത്തേഡാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ബിക്കോസ് ഇറ്റ് സെപ്പറേറ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ആൻഡ് വെബ് പേജ് കണ്ടന്റ് ഇൻ 2 ഫയൽസ്. രണ്ടായിട്ട് തന്നെ കിടക്കും. നമ്മൾ ആദ്യം കണ്ടതിൽ കണ്ടന്റിൻ്റെ കൂടെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് വരുന്നതാണ് ബോഡി സെക്ഷൻ. രണ്ടാമത്തത് കണ്ടന്റിൽ നിന്ന് മാറ്റിയിട്ട് വെബ് പേജിൻ്റെ തുടക്കത്തിൽ ഹെഡ് സെക്ഷനിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് വരുന്ന രീതിയാണ് രണ്ടാമത് കണ്ടത്. അപ്പോൾ മൂന്നാമത് കണ്ടതാണെങ്കിലോ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡുകൾ നമ്മുടെ വെബ് പേജിനകത്ത് കാണുന്നില്ല. അത് വേറൊരു സെപ്പറേറ്റ് വെബ് പേജിനകത്തായിട്ട്, സെപ്പറേറ്റ് ഒരു .js ഫയലിനകത്ത്, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിനകത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 മെത്തേഡുകളാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല, ഈ മൂന്നാമത്തെ മെത്തേഡ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ദ സെയിം ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ വെബ് പേജസ്. ഒന്നിൽ കൂടുതൽ വെബ് പേജുകൾക്ക് കോമൺ ആയിട്ടുള്ള ചില ഫംഗ്ഷനുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതെല്ലായിടത്തും കൊണ്ട് യൂസ് ചെയ്യാം. ഹൗ ഡസ് എ ബ്രൗസർ എക്സിക്യൂട്ട് ജാവാസ്ക്രിപ്റ്റ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ബ്രൗസർ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിൻ്റെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. When browser sees a JavaScript code, it passes it to a software component within the browser called JavaScript engine. JavaScript engine എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ഉണ്ട് ബ്രൗസറിൽ. അത് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും. സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതൊരു വിർച്വൽ മെഷീനാണ് ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ദ സ്ക്രിപ്റ്റ് കോഡ് ഈസ് ഇൻ്റർപ്രിറ്റഡ് ബൈ ദ സ്ക്രിപ്റ്റ് എഞ്ചിൻ ഡ്യൂറിംഗ് വെബ് പേജ് ഡിസ്പ്ലേ. വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം വന്നാൽ സ്ക്രിപ്റ്റ് എഞ്ചിൻ അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫോർ ദ ഫോളോവിങ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരുപാട് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ പറ്റിയിട്ടൊരു ചോദ്യമാണ്. 6 ബിൽറ്റ്-ഇൻ ഫംഗ്ഷനാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തൊട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനാണ്. അതിന് ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ അലേർട്ടാണ്. അലേർട്ട് വെൽക്കം എന്ന് കൊടുക്കുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് സ്ക്രീനിൽ വരും. അതിൻ്റെ ഒരു വർക്കിംഗ് എക്സാമ്പിൾ വേറെ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. രണ്ടാമത്തെ, ടു ചെക്ക് വെദർ എ വാല്യൂ ഈസ് നമ്പർ ഓർ നോട്ട്. ഒരു വാല്യൂ കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിലോ മറ്റോ കിട്ടിയിരുന്ന ഒരു വാല്യൂ അത് നമ്പർ ആണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഈസ് nan. nan ഓഫ് എക്സ് വിൽ ചെക്ക് വെദർ എക്സ് ഈസ് നമ്പർ ഓർ നോട്ട്. എക്സ് നോട്ട് എ നമ്പർ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. nan എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം അറിയിക്കേണ്ടത് ഈസ് നോട്ട് എ നമ്പർ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് നോട്ട് എ നമ്പർ.
ഇപ്പോൾ നമ്പർ അല്ല എങ്കിൽ ട്രൂ ആയിരിക്കും, നമ്പർ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിൽ വരേണ്ടത് നമ്പർ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ അല്ലാത്തതിനെ റിജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് ഈ SNAN. ഒരു എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. മൂന്നാമത്തത് ടു ഗെറ്റ് അപ്പർ കേസ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ വലിയക്ഷരത്തിലേക്ക് മാറ്റാനായിട്ട് അതിനുപയോഗിക്കേണ്ട ഫംഗ്ഷനാണ്, സ്ട്രിങ്ങിൻ്റെ പേര് ആദ്യം കൊടുക്കണം, ഡോട്ട് ടു അപ്പർ കേസ്. ഇതൊരു സ്ട്രിങ് ഫംഗ്ഷനാണ്. ആ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് മാറ്റും. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഇതറിയാവുന്നവർക്ക് രണ്ടാമത്തത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോവർ കേസിലേക്ക് മാറ്റാനാണ്. അത് എക്സ് ഡോട്ട് അപ്പർ കേസിന് പകരം ടു അപ്പർ കേസിന് പകരം എക്സ് ഡോട്ട് ടു ലോവർ കേസ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ക്യാമൽ കേസ് എന്ന് പറയും. ആദ്യത്തെ വേർഡ് കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിലും പിന്നുള്ള ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലും ആയിരിക്കും. ഇപ്പോൾ ടു ലോവർ കേസിൽ ടു എന്നുള്ളത് മുഴുവനായിട്ട് സ്മോൾ ലെറ്ററിലും, ലോവറിൻ്റെ L ക്യാപിറ്റലും അതേപോലെ തന്നെ കേസിൻ്റെ C ക്യാപിറ്റലും. ആ ഒരു രീതിയാണ് ജാവാസ്ക്രിപ്റ്റ് ഉടനീളം ഫോളോ ചെയ്യുന്നത്. ദെൻ ടു ഗെറ്റ് ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിലുള്ള ക്യാരക്ടർ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്, അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ക്യാരക്ടർ അറ്റ്. സ്ട്രിങ്ങിൻ്റെ പേര് ഡോട്ട് ക്യാരക്ടർ അറ്റ് ഓഫ് 0. 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് തേർഡ് ക്യാരക്ടർ ആണെങ്കിൽ പൊസിഷൻ കൊടുക്കേണ്ടത് 2 ആണ്. 2 എന്ന് കൊടുക്കണം. മൂന്നാമത്തെ ക്യാരക്ടർ നമുക്ക് കിട്ടും. അഞ്ചാമത്തെ ക്യാരക്ടർ കിട്ടണമെങ്കിൽ 1 കുറച്ച് 4 എന്ന് കൊടുക്കുക പൊസിഷൻ. ഓക്കെ. ടു ഗെറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. അതാണ് അവസാനത്തെ ചോദ്യം. ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാനായിട്ട് അതിന് ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് എക്സ് ഡോട്ട് ലെങ്ത്. ഇത് ശരിക്കും ഒരു പ്രോപ്പർട്ടിയാണ്, ആക്ച്വലി ഫംഗ്ഷൻ അല്ല. അതുകൊണ്ടാണ് ബാക്കി ക്യാരക്ടർ അറ്റിനും ലോവർ കേസിനും അപ്പർ കേസിനൊക്കെ ഉള്ളതുപോലെ ഇവിടെ ബ്രാക്കറ്റ്സ് ഇല്ല. കണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റ് ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ലെങ്ത് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും പ്രോപ്പർട്ടി എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ isNaN ആൻഡ് നമ്പർ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്? isNaN നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ കണ്ടു. ഒരു വാല്യൂ ന്യൂമറിക് ആണോ അല്ലേ എന്ന് നോക്കാനുള്ളതാണ്. നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ഫോമിൽ കിടക്കുന്ന നമ്പറുകളെ നമ്പർ ഫോമിലേക്ക് ന്യൂമറിക് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. isNaN is a function which determines whether the argument passed to it is a number, not a number. അത് നമ്പർ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, നമ്പർ ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. എന്നാൽ നമ്പർ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താ? ഇറ്റ്സ് കൺവേർട്ട് എ ന്യൂമറിക് വാല്യൂ ഇൻ സ്ട്രോങ് ഫോം ഇൻ ടു ന്യൂമറിക് ടൈപ്പ്. ഇറ്റ്സ് എ കൺവേർഷൻ ഫംഗ്ഷൻ. അതൊരു കൺവേർഷൻ ഫംഗ്ഷൻ ആണ്. റൈറ്റ് ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഫോർ ദ ഫോളോവിങ്. ഇനി പറയുന്ന ആവശ്യങ്ങൾക്കുള്ള ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് എഴുതുക. ഒന്നാമത്തത് ഡിസ്പ്ലേ എ വാർണിംഗ് മെസ്സേജ് ഇൻ ദ സ്ക്രീൻ. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് അലേർട്ട് ഫംഗ്ഷൻ. രണ്ടാമത്തത് ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ കണ്ടത് തന്നെയാണത്. സ്ട്രിങ് വേരിയബിൾ ഡോട്ട് ക്യാരക്ടർ അറ്റ് ആ പൊസിഷൻ കൊടുക്കുക. പൊസിഷൻ ക്യാൻ ബി 0 ഫോർ ഫസ്റ്റ് ക്യാരക്ടർ. കൺവേർട്ട് അപ്പർ കേസ് ടു ലോവർ കേസ്. സ്ട്രിങ് വേരിയബിൾ ഡോട്ട് ടു ലോവർ കേസ്. അതിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഫംഗ്ഷനാണ്. റൈറ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫോർ ദ ഫോളോവിങ്. ടു കൗണ്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക, അതായത് ലെങ്ത്. സോ സ്ട്രിങ് വേരിയബിൾ ഡോട്ട് ലെങ്ത്. രണ്ടാമത്തെ ടു ചെക്ക് വെദർ എ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. isNaN ആ വാല്യൂ കൊടുക്കുക. അത് ട്രൂ ആണെങ്കിൽ നമ്പർ അല്ല, ട്രൂ അല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു നമ്പർ ആയിരിക്കും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് അലേർട്ട് ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്? അലേർട്ട് ഫംഗ്ഷൻ്റെ ഉപയോഗം എന്താണെന്നുള്ള അടുത്ത ചോദ്യം. അലേർട്ട് ഫംഗ്ഷൻ വിൽ ഡിസ്പ്ലേ എ മെസ്സേജ് ഇൻ എ അലേർട്ട് വിൻഡോ. ദ മെസ്സേജ് ഡിസപ്പിയേഴ്സ് ഓൺലി വെൻ ദ യൂസർ പ്രസ് ഓക്കെ ബട്ടൺ. ഇപ്പോൾ ഇവിടെ ഞാനതിൻ്റെ ഒരു വർക്കിംഗ് കാണിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു വർക്കിംഗ് കാണാം. ഇതാണ് അലേർട്ട് വിൻഡോ. കണ്ടല്ലോ, ചെറിയൊരു വിൻഡോ, ഒരു അലേർട്ട് വിൻഡോ ആണ്. ഇപ്പോൾ നമുക്കിത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നവരെ ആ മെസ്സേജുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്താലും അത് പോവില്ല. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകും. ഒരിക്കൽ കൂടി കാണിക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് വരും. ഇത് നോക്കണ്ട, ഇത് ബ്രൗസറിൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് ഇത്തരം ഡയലോഗ് ബോക്സുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഒഴിവാകും. ഓക്കെ. ദെൻ ഡിസ്ക്രൈബ് എനി 4 അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ഏതെങ്കിലും 4 അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. C++ പഠിച്ചിട്ടുള്ള നമ്മളെല്ലാവരും അതിനകത്ത് ഉള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ആപ്ലിക്കബിൾ ആണ്. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എത്രയാണ്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ്, ഡിവിഷൻ, പെർസെൻറ്റേജ്, മോഡുലോ അരിതമെറ്റിക്, പ്ലസ്, ഇൻക്രിമെൻറ്റ്, മൈനസ്, ഡിക്രിമെൻറ്റ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതിനകത്ത് കാണുന്നത്. x = y + 10 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ 15 ആണെങ്കിൽ എക്സിൻ്റെ റിസൾട്ട് 25 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും വൈയുടെ വാല്യൂ 15 ആണെങ്കിൽ y - 10 എന്ന് പറയുമ്പോൾ അത് 5 ആയിരിക്കും. y × 3 എന്ന് പറയുമ്പോൾ ഇവിടെ 15 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 45 ആയിരിക്കും. x = y/2. 15/2 എന്ന് പറയുമ്പോൾ 7.5. ഇവിടെ C++ൻ്റെ പോലെ ഇൻറ്റിജർ ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. റിയലായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. x = y%2. y-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറാണ്. y 15 ആകുമ്പോൾ റിസൾട്ട് will be 1. x = ++y.
അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം വൈനെ ഇൻക്രീസ് ചെയ്തിട്ട് ആ വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്യുക. അത് പ്രീഫിക്സ് ആണ്. ആദ്യം വൈ ഇൻക്രീസ് ചെയ്യുക, എന്നിട്ട് ആ വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് എക്സ് ഇവിടെ 16 ആയത്. 15 എന്നുള്ളത് ആദ്യം 16 ആക്കിയിട്ട് പിന്നെ അതിനെയാണ് വൈ എക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പം സെയിം ഓപ്പറേറ്റർ തന്നെ, പ്ലസ് പ്ലസ് തന്നെയാണ്, പക്ഷേ ഇത് പോസ്റ്റ്ഫിക്സ് എന്ന് പറയും. പോസ്റ്റ്ഫിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ 15 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എക്സിലേക്ക് അസൈൻ ചെയ്യുക. ദെൻ അതിന് ശേഷം വൈ വിൽ ബിക്കം 16. അത് ഈ ചാർട്ടിൽ കാണിച്ചിട്ടില്ല. വൈ വിൽ ബിക്കം 16. മൈനസ് മൈനസ് ഇതേപോലെ തന്നെയാണ്. പ്രീഫിക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഡിക്രീസ് ചെയ്യും, പിന്നെയാണ് അതിൻ്റെ വാല്യൂ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് 14 ആയത്. രണ്ടാമത്തെ എക്സാമ്പിളിൽ ആദ്യം വൈയുടെ വാല്യൂ യൂസ് ചെയ്യും, പിന്നെയാണ് ഡിക്രീസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 15 മാറിയത്. ഇതിൽ ഏതെങ്കിലും 4 എന്നോട് എഴുതേണ്ട ആവശ്യമുള്ളൂ, മൊത്തം ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. അതൊരു ഓവർലോഡ് ഓപ്പറേറ്ററാണ്. രണ്ട് മീനിങ് ആണ് ഈ ഓപ്പറേറ്ററിനുള്ളത്. ദ ഓപ്പറേറ്റർ പ്ലസ് ഹാസ് 2 ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഫസ്റ്റ്, പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് 2 നമ്പേഴ്സ് ഓർ ന്യൂമറിക് വാല്യൂസ്. നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പറൻസ്, ഇതാണ് ഓപ്പറേറ്റർ, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ളതാണ് ഓപ്പറൻസ്. ഈ 2 ഓപ്പറൻസും നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ 3 നമ്പറാണ്, 5 നമ്പറാണ്. സോ വാട്ട് ഹാപ്പൻ ഈസ് ഇറ്റ് ഫൈൻഡ്സ് ദ സം. അതിൻ്റെ സം കണ്ടുപിടിക്കും. സോ ആൻസർ ഈസ് 8. പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രിംഗ് കോൺകറ്റിനേഷൻ. അതിന് രണ്ടാമത്തെ ആവശ്യമാണ് സ്ട്രിംഗ് കോൺകറ്റിനേഷൻ. ദറ്റ് ഈസ് ജോയിനിങ് 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും സ്ട്രിങ് ആണെങ്കിൽ അത് സ്ട്രിംഗ് കോൺകറ്റിനേഷൻ നടക്കുക, ജോയിൻ ചെയ്യാൻ നടക്കുക. അപ്പോൾ ഇവിടെ ഒരു വേരിയബിളാണ് എ ഈസ് ഈക്വൽ ടു ഹെലോ, ഒരു സ്ട്രിങ് ആണ്. ബി ഈസ് ഈക്വൽ ടു വേൾഡ്, വേറൊരു സ്ട്രിങ് ആണ്. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് കൊട്ടേഷൻ എത്ര സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ബി. സോ വാട്ട് വിൽ ബി സി വിൽ ബി ഹെലോ വേൾഡ്. ഹെലോ കഴിഞ്ഞൊരു സ്പേസ് വരാനുള്ള കാരണം ഇവിടെ ഈ സ്പേസ് കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഹെലോ വേൾഡ് എന്ന് ഒന്നിച്ചേ വരുള്ളൂ, സ്പേസ് ഇല്ലാണ്ട്. സോ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറൻസ് സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അത് കോൺകറ്റിനേഷനാണ് നടക്കുക. വിച്ച് ഈസ് ദ സ്ട്രിംഗ് കോൺകറ്റിനേഷൻ ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് എ സൂട്ടബിൾ എക്സാമ്പിൾ. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം വേറെ രീതിയിൽ ചോദിച്ചതാണ്. പ്ലസ് ഓപ്പറേറ്റർ ആണ് കോൺകറ്റിനേഷൻ ഓപ്പറേറ്റർ. ദറ്റ് ഈസ് ജോയിനിങ് 2 സ്ട്രിങ്സ് ടുഗെദർ. 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ച് സമയം കളയുന്നില്ല. സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ സ്കോട്ട് ചെയ്തിട്ടുള്ളത്. റൈറ്റ് ദ കീവേഡ് യൂസ്ഡ് ടു ഡിഫൈൻ എ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ലിസ്റ്റ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡ് ഏതാണ്, പിന്നെ ജാവാസ്ക്രിപ്റ്റിലെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാം. VAR ആണ് കീവേഡ്. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് VAR ആണ്. ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ നമ്പറാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് ഉള്ളതോ ഇല്ലാത്തതുമായ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 10, -25, 7.45, -100.9. ഇതൊക്കെ നമ്പർ ടൈപ്പാണ്. രണ്ടാമത്തെ സ്ട്രിംഗ് ആണ്. എനി കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടർ 1, 2, 3 കണ്ടോ, അത് നമ്പർ ആണെങ്കിലും ഈ കൊട്ടേഷൻ കൊടുത്തതുകൊണ്ട് അത് സ്ട്രിംഗ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് പരിഗണിക്കുക. അത്തരം സ്ട്രിങ്ങുകളെ ന്യൂമറിക് ആയിട്ട് മാറ്റാനാണ് നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷൻ കണ്ടത്, നമ്പർ. ട്രൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബൂളിയൻ വാല്യൂ ആണ്, പക്ഷേ അതിങ്ങനെ കൊട്ടേഷനിൽ കൊടുക്കുമ്പോൾ അതൊരു സ്ട്രിംഗ് ആയിട്ട് എടുക്കുകയാണ്. ഫോൾസ് പ്ലസ് ശരിക്കും ഒരു ഓപ്പറേറ്റർ ആണ്, പക്ഷേ കൊട്ടേഷനിൽ കൊടുത്താൽ അത് ഒരു സ്ട്രിംഗ് ആയി മാറി. മൂന്നാമത്തത് ബൂളിയൻ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ 2 ബൂളിയൻ വാല്യൂസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസോ ആണ് വരിക. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ട ചെറിയ കാര്യമുണ്ട്. When a variable is defined and no value is assigned to it, its data type is called undefined. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് അൺഡിഫൈൻഡ് ആണ്. അപ്പം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഡാറ്റ ടൈപ്പ് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല. വേരിയബിളിൻ്റെ കണ്ടന്റ് വരുമ്പോഴാണ് ഡാറ്റ ടൈപ്പുകൾ തീരുമാനിക്കപ്പെടുന്നത്. ഇതിൽ ഒരു ഫംഗ്ഷൻ കൂടി പരിചയപ്പെടുത്തുന്ന ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഡാറ്റ ടൈപ്പ്, ആ വേരിയബിളിനകത്തോട് കൊടുത്ത വേരിയബിളിനകത്തുള്ള ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതിലൊരു എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി ഹൗ ഈസ് എ വേരിയബിൾ ഡിക്ലെയർഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, റൈറ്റ് ആൻ എക്സാമ്പിൾ. തൊട്ടുമുമ്പ് പറഞ്ഞുള്ളൂ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് VAR ആണ്. ഇവിടെ ഒരു എക്സാമ്പിളും കൂടി വേണം. A variable is declared using the keyword VAR. Here is the example. VAR A semicolon defines a variable A. A എന്നൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും. Consider the following JavaScript code. VAR A, B, tot. A equal to 25, B equal to 25, tot equal to A plus B. പ്രത്യക്ഷത്തിൽ എയും ബിയും 25 ആണ്, നമ്മൾ വിചാരിക്കും 50 ആയിരിക്കും റിസൾട്ട് എന്നാൽ ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് കൊട്ടേഷനിലാണ്, അതൊരു സ്ട്രിംഗ് ആണ്. B ഒരു ന്യൂമറിക് ആണ്. ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് രണ്ടും എയും ബിയും ന്യൂമറിക് ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യും. അപ്പോൾ എയും ന്യൂമറിക് ആണ്, ബിയും ന്യൂമറിക് ആണെങ്കിൽ റിസൾട്ട് 50 ആണ്. പക്ഷെ ഇവിടെ എ സ്ട്രിംഗ് ആണ്, ബി ന്യൂമറിക് ആണ്. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമുക്കതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറയണം, ആദ്യത്തേത്, രണ്ടാമത്തത് അതിൻ്റെ റിസൾട്ട് പറയണം. അപ്പോൾ എ ഇസ് എ സ്ട്രിങ് ആൻഡ് ബി ഇസ് നമ്പർ. എ സ്ട്രിങ് ആണ്, ബി നമ്പറാണ്. വാല്യൂ ഓഫ് ടോട്ട് വിൽ ബി 2525. ഞാൻ പറഞ്ഞ കാര്യം തന്നെ അവിടെ നോട്ടായിട്ട് പറയുന്നത്. വൈ വാല്യൂ ഓഫ് ടോട്ട് ബിക്കെയിം 2525? Because A is string and B is number. So in JavaScript plus works as string concatenation. Plus string concatenation ആയിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കാണുന്നത് ചില വർക്കിംഗ് എക്സാമ്പിൾസ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ ചില വർക്കിംഗ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഒരു ചെറിയൊരു ഫോം ഇവിടെ ഉണ്ട്, അതിൻ്റെ കോഡാണ് അപ്പുറത്തുള്ളത്. കോഡിലേക്ക് ഞാൻ വരാം. ഞാനിവിടെ 2 നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തു 13, ഇത് വേണ്ട 15, ഇവിടെ കൊടുത്തു 2. ഓക്കെ, 15 2. ഇനി കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ കമ്പ്യൂട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിച്ചു n1 + n2. n1 15 n2 2 15 + 2 17. n1 - n2 13 വരുന്നത്. n1 × n2 30. n1/n2 7.5. n1% n2 15 2 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ്, അത് 1 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, n1 +++ മൈനസ് n2. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും. ഇവിടെ n1 +++ പോസ്റ്റ് ഫിക്സ് ആണ്, എന്നാൽ മൈനസ് ഇവിടെ പ്രീഫിക്സ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ n2ൻ്റെ വാല്യൂ ആദ്യം ഒന്ന് കുറക്കുമ്പോൾ അത് 1 എന്നായി മാറി. ഓക്കെ, എന്നിട്ട് പിന്നെ n1 ++- n2 എന്ന് പറയുമ്പം n1ൻ്റെ വാല്യൂ 15 ആണ്. ആ 15ഉം ഈ ഒന്നും കൂടി കൂട്ടി റിസൾട്ട് 16 വരുന്നത്. കണ്ടല്ലോ, റിസൾട്ട് 16. n1 16 ആവും, കാരണം ഇതിന് ശേഷമാണ് n1 16 ആവണം. n1 ++ ഉള്ളതുകൊണ്ട് 15 n1 16 ആവും. അതുപോലെ n2 - ഉള്ളതുകൊണ്ട് n2 1 ആവും. ഇനി അടുത്ത ചോദ്യം, ++n1 + n2 - നിങ്ങളൊന്ന് ആദ്യം മനസ്സിലൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക എന്തായിരിക്കും റിസൾട്ട് എന്ന്. ++n1 എന്ന് പറയുമ്പോൾ ആദ്യം ഇത് പ്രീഫിക്സ് ആണ്. n1ൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും. അപ്പോൾ n1 ഇപ്പോൾ 16 ആണ്, ലേറ്റസ്റ്റ് വാല്യൂ. ഇതൊരു ഒറ്റ പ്രോഗ്രാമാണ്. അപ്പോൾ n1ൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 16 ആണ്. 16ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയത് 17 ആവും. n2 - ആയതുകൊണ്ട് ഇത് പ്രീഫിക്സ് ആണ്. അപ്പോൾ ആദ്യം 17ൻ്റെ കൂടെ ഒന്ന് കൂട്ടും, 17 1 18. എന്നിട്ട് അതിന് ശേഷം n2ൻ്റെ വാല്യൂ ഒന്ന് കുറക്കും. n2 വിൽ ബിക്കം 0. n2 0 ആയിട്ട് മാറും. ഇവിടെ നമുക്കിതിൻ്റെ കോഡിലേക്ക് ഒന്ന് വരാം. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ കാണുന്നുണ്ടല്ലോ. സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ കമ്പ്യൂട്ട്. കമ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ട് ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താ, n1 = നമ്പർ ഓഫ് document.frm1.txt1.value. എന്താ സംഭവം ഞാൻ കുറച്ച് താഴത്ത് നോക്കി പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോം ഉണ്ടല്ലോ. ഈ ഫോമിൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് txt1. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് txt2. അത് ഞാൻ ആ ഫോം ഉണ്ടാക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് ടൈപ്പ് = ടെക്സ്റ്റ്, നെയിം = txt1. അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, നെയിം = txt2. അപ്പോൾ 2 ടെക്സ്റ്റ് ബോക്സിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ കണ്ടന്റ് കിട്ടാനാണ് ഈ കമാൻഡ് ഉപയോഗിച്ചത്. ഇതും കൂടി പഠിക്കാനുള്ളതാണ് ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്തിനാണ്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള കണ്ടന്റുകളൊക്കെ സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ ന്യൂമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അഡീഷനും സബ്ട്രാക്ഷനൊക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇനി ഈ കമാൻഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ txt_r1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ്, ഇതാണ് txt_r1. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ്. അവിടേക്ക് n1 + n2 സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഞാൻ ബാക്കിയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. ഇതിലുള്ള ഓരോ ഇതിനനുസരിച്ചുള്ള കമാൻഡിലൂടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, അതും കൂടി കാണിക്കാം. ആ ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ഫോമിൽ കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അതിനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കാം. ഈ ബട്ടണോട് ഈ ഫംഗ്ഷൻ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. അതിനാണ് ഇവിടെ ഈ ഒരു ശ്രദ്ധിക്കുക, ഇവിടെ മുകളിൽ ഒരു ടെക്സ്റ്റ് ബട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് = ബട്ടൺ, ഓൺ ക്ലിക്ക് = കമ്പ്യൂട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺ ക്ലിക്ക് = കമ്പ്യൂട്ട്. അതായത് മൗസ് കൊണ്ട് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ബട്ടണിൽ വരേണ്ട മെസ്സേജാണ് കമ്പ്യൂട്ട്. അങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ കമ്പ്യൂട്ടറിലെ മെസ്സേജ് വരുന്നതും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്ക് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതും. ഞാൻ ജസ്റ്റ് ഈ വാല്യൂ ഒന്ന് മാറ്റി കാണിക്കാം. ഇവിടെ 10ഉം ഇവിടെ 5ഉം കമ്പ്യൂട്ട് കണ്ടോ, അതിനനുസരിച്ച് വാല്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിളിലേക്ക് വരാം. if else സ്റ്റേറ്റ്മെൻറ്റ്. if else സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വാലിഡേഷനെ കുറിച്ചും കൂടി ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, റിസൾട്ട് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ മാർക്ക് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഞാൻ മാർക്ക് എൻ്റർ ചെയ്തു, ഒരാളുടെ മാർക്ക് എൻ്റർ ചെയ്തു 25.
ഷോ റിസൾട്ട് കൊടുക്കുമ്പോൾ എന്താ വരുന്നത് വീക്ക് എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു 40 ആണെങ്കിൽ എന്താ റിസൾട്ട് വരുന്നത് നോക്കാം. 40 ആകുമ്പോൾ ബിലോ ആവറേജ് എന്നാണ്. 50 ആകുമ്പോൾ എന്ത് റിസൾട്ട് വരുന്നത് നോക്കാം. 50 ആകുമ്പോൾ ആവറേജ് ആണ്. ഇനി 65 അല്ലെങ്കിൽ 70 ആണെങ്കിൽ എന്താ വരുന്നത് നോക്കാം. 70 ആണെങ്കിൽ ബെസ്റ്റ് എന്നാണ്. ഇനി 80 ആണ് മാർക്കെങ്കിൽ വരുന്നത് നമുക്ക് നോക്കാം ബ്രില്യൻറ്റ്. ഓക്കെ, ഇനി ഞാൻ മാർക്ക് തെറ്റിക്കൊടുത്തു, ഒരു 145 എന്ന് കൊടുത്തു. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇൻവാലിഡ് മാർക്ക്. ഈ മാർക്ക് തെറ്റാണ്. ഇങ്ങനത്തെ ഒരു മാർക്ക് വരാൻ പാടില്ല. 100 വരെയുള്ള മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, 0 to 100. ഓക്കെ, ഇനി മാർക്കിൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് വിചാരിക്കുക, അപ്പോഴും വരും പ്ലീസ് ടൈപ്പ് എ നമ്പർ. കണ്ടോ മെസ്സേജ് കണ്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഈ ബോക്സ് അലർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അലർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ അലർട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഗെറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇനി ഈ സെന്നേൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉപയോഗിക്കുന്നത് നമ്പർ അല്ലേ എന്ന് പരിശോധിക്കാൻ. നമ്മൾ ഈ ഫംഗ്ഷനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെന്നേൻ ഡോക്യുമെൻറ്റ് .frm1 ഫോമിൻ്റെ പേരാണ്. MRK ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ്. ഡോട്ട് വാല്യൂ, അതിൻ്റെ വാല്യൂ ഉള്ള കണ്ടൻറ്റ് ന്യൂമറിക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മെസ്സേജ് കൊടുത്തു പ്ലീസ് ടൈപ്പ് എ നമ്പർ റിട്ടേൺ. ഈ ഒരു കോഡിനെയാണ് നമ്മൾ സാധാരണ വാലിഡേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വാലിഡേറ്റ് ചെയ്യണം ഇത് നമ്പർ ആണോ എന്ന്. നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ റിജക്റ്റ് ചെയ്യണം. ഇനി അടുത്ത് നോക്കാം. വീണ്ടും വാലിഡേഷൻ്റെ ഇവിടെ നമ്മൾ 2 വേരിയബിൾ ഉണ്ടാക്കി. അതിൽ ആ M എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, if m greater than 100 or m less than 0, അതായത് 100ൻ്റെ മുകളിലുള്ള വാല്യൂ നമുക്ക് വരാൻ പാടില്ല, അതുപോലെ തന്നെ 0ൻ്റെ താഴത്തുള്ള വാല്യൂ വരാൻ പാടില്ല. അത് രണ്ടും ആണെങ്കിൽ നമ്മൾ മെസ്സേജ് കൊടുത്തു ഇൻവാലിഡ് മാർക്ക്. ഇത്തരത്തിലുള്ള അലർട്ട് വാലിഡേഷൻ ഫംഗ്ഷനൊക്കെ മുമ്പേ പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല, റീസെൻ്റായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റനായിട്ട് ഉൾപ്പെടുത്താത്തത്. എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന നിലക്കാണ് വാലിഡേഷനെ പറ്റി പറഞ്ഞത്. ഓക്കെ, നമ്പർ അല്ലാത്ത റിജക്റ്റ് ചെയ്യുന്നതിനുള്ള കോഡാണ് ഈ കണ്ടത്. അതുപോലെ ഒരു പരിധിൻ്റെ പുറമുള്ളത് ഒരു ബൗണ്ടറിക്ക് ഉള്ളിൽ അല്ലാത്ത വാല്യൂസ് റിജക്റ്റ് ചെയ്യുന്നതാണിത്. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് നോക്കാം. M എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ > 75 ആണെങ്കിൽ R എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ബില്ലിലും സ്റ്റോർ ചെയ്തു. ഇനി അതല്ല LCF ആണ്. ഈഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. LCF R m > 60 R = ബെസ്റ്റ്. 60 കൂടുതലാണെങ്കിൽ ബെസ്റ്റിന് സ്റ്റോർ ചെയ്തു. 50 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജിന് സ്റ്റോർ ചെയ്തു. 35 അതിൽ കൂടുതലാണെങ്കിൽ ബിലോ ആവറേജിന് സ്റ്റോർ ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെന്ന് സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്ത റിസൾട്ടിനെ document.frm1.rec.value ഇതാണ് RES എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ്. ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് സ്റ്റോർ ചെയ്തു. ഞാൻ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരൊക്കെ നമുക്ക് ഇവിടെ നോക്കി താഴത്ത് നോക്കി കാണാം കേട്ടോ. റിസൾട്ടിൻ്റെ ടെക്സ്റ്റ് ബോക്സ് ഇതാണ്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം = RES. നമ്മുടെ മാർക്കിൻ്റെ ടെക്സ്റ്റ് ബോക്സ്, മാർക്സ് എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം = MRK. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. നെക്സ്റ്റ് എക്സാമ്പിൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. C++ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ കൊടുക്കുന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ D എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇവിടെ പറയുന്ന കാര്യം ചെയ്യും. ഇവിടെ ബ്രേക്ക് കൊടുക്കുന്നതിന് വെച്ചാൽ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് നേരെ ഈ സ്വിച്ചിന് പുറത്തേക്ക് ജമ്പ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തുള്ള കോഡുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് റൺ ചെയ്യും. അതേപോലെ 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും 6 ആണെങ്കിലും 7 ആണെങ്കിലും സംഭവിക്കും. ഇതൊന്നും അല്ലാത്തൊരു വാല്യൂ ആണെങ്കിൽ നേരെ ഡീഫോൾട്ടിലേക്ക് വരും. ഓക്കെ, ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇനി നമുക്കിവിടെ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട് നോക്കാം. ഇവിടെ ഡേ ഓഫ് ദ വീക്ക് നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ 5 എന്ന് കൊടുക്കുകയാണ്. 5 എന്ന് കൊടുക്കുമ്പോൾ തേഴ്സ്ഡേ എന്ന് കാണിക്കുന്നു. 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. ഇനി 7 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് സാറ്റർഡേ എന്ന് വരും. ഇനി 8 എന്നിട്ട് മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 8 കൊടുക്കേണ്ടത് 8 മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ ഇൻ ഇൻപുട്ട് എന്ന് വരും. എറർ ഇൻ ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഷോ ഡേ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഷോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഒന്നും കൂടി നോക്കാം. ഇൻപുട്ട് ടൈപ്പ് = ബട്ടൺ, വാല്യൂ = ഷോ, ഓൺ ക്ലിക്ക് = ഷോ ഡേ. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷോ ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ എടുത്തിട്ട് ആ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിനുള്ള ഒരു കോഡാണ് ഇവിടെ കണ്ടത്. നമ്മൾ ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള എക്സാമ്പിളാണ്. ഇനി നമുക്കടുത്ത് വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ പരിചയപ്പെടാം. വൈൽ ഇറ്റ്സ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ചെറിയ ഫൈൻഡ് സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ് വർക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഫൈൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അതെങ്ങനെ ചെയ്യേണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇൻപുട്ട് ടൈപ്പ് = ബട്ടൺ, വാല്യൂ = ഫൈൻഡ്, ഓൺ ക്ലിക്ക് = ഫൈൻഡ് സം. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്താ?
document.frm1.num.value അതിനെ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് നം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ്, ഇതാണ് റിസൾട്ടിൻ്റെ ടെക്സ്റ്റ് ബോക്സ്. ഇതെന്താ ചെയ്യണമെന്നറിയോ, ഇവിടെ കൊടുക്കുന്ന നമ്പർ ഏതാണോ അതുവരെയുള്ള നമ്പേഴ്സിൻ്റെ സം. ഇപ്പോൾ 5 കൊടുക്കുകയാണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം 1 + 2 + 3 + 4 + 5 കൂട്ടി നോക്കി കൂടി 15 കിട്ടുക. ആ റിസൾട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. അതിനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സമ്മിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, a = 1 കൊടുത്തു, while a < = n. ഇവിടെ ഇപ്പോൾ ലൂപ്പിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ മുൻ വർഷങ്ങളിൽ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനി ഫസ്റ്റ് ഇയറിൻ്റെ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. സം = സം + a. കിട്ടുന്ന a നേരെ സമ്മിലേക്ക് ആഡ് ചെയ്തു, a = a + 1. a ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. ദെൻ ആ റിസൾട്ട് ലൂപ്പിന് ശേഷം, ഇത്രയാണ് ലൂപ്പ്, ഇവിടെ മുതൽ ഇവിടം വരെയാണ് ലൂപ്പ് ഉള്ളത്. അതിനുശേഷം ആ റിസൾട്ടിനെ നേരെ document.frm1.res.value = sum എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. അടുത്തത് പരിചയപ്പെടുത്തുന്നത് ഫോർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ ഈസ് അനദർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ പ്രത്യേകത ഒറ്റ വരിയിൽ തന്നെ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരും. ഇനിഷ്യലൈസേഷൻ വരും, ടെസ്റ്റ് കണ്ടീഷൻ വരും, അപ്ഡേഷൻ വരും. ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് സം = സം + a നേരെ സമ്മിലേക്ക് ഇടയിൽ സെയിം പ്രോഗ്രാമിൽ തൊട്ടുമ്പോൾ ചെയ്ത അതേ പ്രോഗ്രാമിൽ നമ്മളുടെ നമ്പേഴ്സ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. 10 വരെ ചെയ്യുമ്പോൾ 55 എന്ന് കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. 1 മുതൽ 10 വരെ നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ 55 എന്ന് കിട്ടും. ഇനി ഇപ്പോൾ പരീക്ഷയ്ക്ക് പറ്റുമോ ചോദിക്കുകയാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യേണ്ട ചെറിയൊരു കാര്യമുള്ളൂ. a = a + 1 പകരം a = a + 2 ആക്കിയാൽ മതി. ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം a = 2 ആക്കുക, അതാണ് ഫസ്റ്റ് ഈവൺ നമ്പർ. പിന്നെ ഇവിടെ a = a + 2 ആക്കുക അടുത്ത ഈവൺ നമ്പർ കിട്ടാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ട്രിംഗ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്. 4 സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ ഒരു കോഡ് നോക്കാം. ഡിസ്പ്ലേ ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് വർക്ക് ചെയ്യുക ആലോചിച്ച് നോക്കൂ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവും. ഇൻപുട്ട് ടൈപ്പ് = ഇവിടെ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് = ബട്ടൺ, വാല്യൂ = ഡിസ്പ്ലേ, ഓൺ ക്ലിക്ക് = ഡിസ്പ് ഓൾ. അപ്പോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്പോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. എന്തൊക്കെ ചെയ്യണം നോക്കാം. ഇവിടെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് വരും. ഇതിനകത്ത് ആ സ്ട്രിങ്ങിനെ ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യും, ഇവിടെ സ്മോൾ ലെറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യും, ഇവിടെ അതിൽ ഫസ്റ്റ് ക്യാരക്ടർ വരും. ആ 4 ഫംഗ്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലെങ്ത്ത്, അവിടെ കാണാം നമുക്ക് document.frm1.txt1.value = str.length. str-ലാണ് നമ്മൾ ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിലൊക്കെ നമ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ആവശ്യമുള്ളത് ന്യൂമറിക് ഫോമിലായിരുന്നു. അതുകൊണ്ടാണ് നമ്പർ ആയിട്ടാണ് ആവശ്യം ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് ആവശ്യം. സോ str.length അതിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇവിടെ str.to അപ്പർ കേസ് എന്ന് പറയുമ്പോൾ അതിനെ ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ രണ്ടാമത്തെ ഈ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്യാണ്, ഈ ടെക്സ്റ്റ് ബോക്സിൽ സ്റ്റോർ ചെയ്യാണ്. ദെൻ str.to ലോവർ കേസ് അതിനെ ഇവിടെ സ്റ്റോർ ചെയ്യാണ്. പിന്നെ str.character@0 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ 0 ആണെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ ആണ്, 1 ആണെങ്കിൽ സെക്കൻഡ് ക്യാരക്ടർ ആണ്, അങ്ങനെയാണ് വരിക. ഇനി നമുക്കൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. ഒരു ചെറിയ സ്ട്രിങ്, ഞാനവിടെ ചെറിയ സ്ട്രിങ് കൊടുക്കുകയാണ്, കമ്പ്യൂട്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രിങ്. 1 2 3 4 5 6 7 8 അക്ഷരങ്ങളുണ്ടല്ലേ. കമ്പ്യൂട്ടറിൽ 8 അക്ഷരങ്ങളുണ്ട്. ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ലെങ്ത് ഓഫ് സ്ട്രിങ് 8, അപ്പർ കേസ് ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ, ലോവർ കേസ് ഫുള്ളായിട്ട് സ്മോൾ ലെറ്ററിൽ. നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കി സ്മോളുമാണ്. ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ഈസ് സി. ഓക്കെ, അതാണ് സ്ട്രിങ് ഫംഗ്ഷൻസ്. ദെൻ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഇവിടെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു കോഡാണ്. നിങ്ങൾ ഇവിടെ ബട്ടൺ മാത്രമേ ഉള്ളൂ. ഈ ഫോമിൻ്റെ പ്രത്യേകത ഇതൊരു ബട്ടണുള്ളൂ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ഇവിടെ വരണം. 4 ടെക്സ്റ്റ് ബോക്സ് റിസൾട്ട് വരണം. txt a, txt b, txt c, txt d അതാണ് അതിൻ്റെ പേരുകൾ. ഇനി നമുക്ക് നോക്കാം. ആ ബട്ടണിൻ്റെ കോഡ് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് = ബട്ടൺ, വാല്യൂ = ഡിസ്പ്ലേ, ഓൺ ക്ലിക്ക് = ഡിസ്പ് ഓൾ. ഇപ്പോൾ ഡിസ്പോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് വരാം. ഇവിടെ 4 വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. var a, b, c, d. എയിലേക്ക് 10 സ്റ്റോർ ചെയ്തു, ബിയിലേക്ക് കമ്പ്യൂട്ടർ ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തു, സിയിലേക്ക് ഫോൾസ് സ്റ്റോർ ചെയ്തു, ഡിയിലേക്ക് ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. ഇനി ഓരോന്നിൻ്റെ ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ എയുടെ ടൈപ്പ്, സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ ബിയുടെ ടൈപ്പ്, തേർഡ് ടെക്സ്റ്റ് ബോക്സിൽ സിയുടെ ടൈപ്പ്, ഫോർത്ത് ടെക്സ്റ്റ് ബോക്സിൽ ഡിയുടെ ടൈപ്പ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, എയിലും സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 നമ്പറാണ്. ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന സ്ട്രിങ് ആണ്. കണ്ടോ, ടൈപ്പ് സ്ട്രിങ് ആണ്. സിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫോൾസ് ആണ്, ടൈപ്പ് ബൂളിയൻ ആണ്. ഡിയിൽ നമ്മൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടില്ല. ഡിയിൽ നിന്ന് വേരിയബിൾ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒന്നും സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ടൈപ്പ് അൺഡിഫൈൻഡ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത്. ദെൻ ഇത്രയാണ് വർക്കിംഗ് എക്സാമ്പിൾസ് ഉള്ളത്. നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദി യൂസ് ഓഫ് document.write ഇൻ ജാവാസ്ക്രിപ്റ്റ്? എന്താണ് document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ യൂസേജ് ജാവാസ്ക്രിപ്റ്റിൽ? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ സംതിങ് ഓൺ ദ ബ്രൗസർ വിൻഡോ. ബ്രൗസർ വിൻഡോയിൽ എന്തിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഫംഗ്ഷൻ. ഇറ്റ് ഡിസ്പ്ലേസ് എ ഗിവൺ ആർഗ്യുമെൻറ്റ് ഓൺ ദ വെബ് പേജ്. ഫോർ എക്സാമ്പിൾ document.write of hello ഇങ്ങനൊരു കമാൻഡ് നമ്മുടെ വെബ് പേജിനകത്ത് ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റിനകത്തുണ്ടെങ്കിൽ,
ഹലോ വേൾഡ് എന്ന സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ ലിസ്റ്റ് വേരിയസ് മൗസ് ഇവൻറ്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് വിത്ത് ദെയർ പർപ്പസ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള എക്സാമ്പിളിലൊക്കെ കണ്ടല്ലോ, ഓൺ ക്ലിക്ക്. എന്താ ഓൺ ക്ലിക്ക്? മൗസ് കൊണ്ട് ആ ഒബ്ജക്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതിനെയാണ് ഇവൻ്റ് എന്ന് പറയുക. അത് വെറുതെ വർക്ക് ചെയ്യില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവണം. നിങ്ങളുടെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, ഈ ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഈ ബട്ടൺ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആൻസർ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കോഡ് ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതൊരു ഇവൻ്റാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ വേറെ ഒന്നും കാണണ്ട, അവിടെ വരുമ്പോൾ അതിൻ്റെ കളർ മാറുന്നുണ്ടല്ലോ അല്ലേ, അതിൻ്റെ കളറിൻ്റെ ചെറിയ ചേഞ്ച് വരുന്നുണ്ടല്ലേ. അതായത് മൗസിൻ്റെ പോയിൻ്റോടെ കൊണ്ടുവരുമ്പോൾ ഓൺ മൗസ് എൻ്റർ എന്നാണ് പറയുക. ഓൺ മൗസ് എൻ്റർ, മൗസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. ഓൺ മൗസ് ലീവ്, മൗസ് അവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ തിരിച്ച് പഴയ പോലെ തന്നെ ആയി. ഓൺ മൗസ് എൻ്റർ, ഓൺ മൗസ് ലീവ്. ഓൺ ക്ലിക്ക്, കൺട്രോൾ ഓൺ ക്ലിക്ക്, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. കണ്ടോ, 3 ഇവൻറ്റ്സ് ഞാൻ അവിടെ പരിചയപ്പെടുത്തിയത്. ആ 3 ഇവൻറ്റ്സ് അല്ല ഉള്ളത്, കുറേ എണ്ണുണ്ട്, പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് 3 ഉള്ളൂ. ഇവൻ്റ് ഓൺ ക്ലിക്ക് ഒക്കേഴ്സ് വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നടക്കുക. ഓൺ മൗസ് എൻ്റർ ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിൻ്റർ ഈസ് മൂവ്ഡ് ഓൺ ടു ആൻ ഒബ്ജക്റ്റ്. മൗസ് പോയിൻ്റർ ഒരു ഒബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്താൽ അപ്പം ഉണ്ടാവുന്നതാണ് മൗസ് എൻ്റർ. ഓൺ മൗസ് ലീവ് ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിൻ്റർ ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു പോയിൻ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിന് പുറത്തേക്ക് വന്നതിൻ്റെ കളർ പഴയ പോലെ ആയി. മൗസ് പോയിൻ്ററോടെ കൊണ്ടുവന്നാൽ അത് ബ്ലൂ ആയി. ഇത് ഓൺ മൗസ് എൻ്റർ ആണ്, ഇത് ഓൺ മൗസ് ലീവ് ആണ്. ഓൺ മൗസ് ലീവ്, ഓൺ മൗസ് എൻ്റർ. ഇനി ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ആക്ഷൻ നടക്കും. ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പോവാണ്. ഈ ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഓൺ മൗസ് എൻ്റർ കണ്ടോളൂ. ഓൺ മൗസ് ലീവ് കണ്ടല്ലോ. ഇനി ഓൺ ക്ലിക്ക് കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഓൺ ക്ലിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് വേരിയസ് കീബോർഡ് ഇവൻറ്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് വിത്ത് ദെയർ പർപ്പസ്. ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ യൂസേഴ്സ്, കമ്പ്യൂട്ടറിൻ്റെ യൂസേഴ്സ് ഇവൻറ്റുകൾ ഉണ്ടാക്കുക. അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് ഒരുപാടെണ്ണമുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് 2 ഉള്ളൂ. ഒന്ന് ഓൺ കീ ഡൗൺ. ഓൺ കീ ഡൗൺ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കീ താഴത്തേക്ക് പ്രസ് ചെയ്യുക. എങ്ങനെയാണ് എ എന്ന് പറയുന്ന അക്ഷരം പ്രസ് ചെയ്യുക? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൈവിരൽ ഉപയോഗിച്ച് എനെ ലൊക്കേറ്റ് ചെയ്ത് എ എന്ന് പറയുന്ന ബട്ടൺ താഴത്തേക്ക് പ്രസ് ചെയ്യും. ആ താഴത്തേക്ക് പ്രസ് ചെയ്യുന്ന മൊമെൻ്റാണ് ഓൺ കീ ഡൗൺ. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വെക്കുമോ? ഇല്ല, അപ്പോൾ തന്നെ നിങ്ങൾ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഓൺ കീ അപ്പ്. ചില ഗെയിമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്പേസ് ബാർ അങ്ങ് അടിച്ച് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. സ്പേസ് ബാർ വിട്ടാലോ ഫയറിംഗ് അപ്പ് സ്റ്റോപ്പ് ചെയ്യും. അത് ചെയ്യുന്നത് സാധാരണ ഈ 2 ഇവൻ്റ് ബേസ്ഡാണ്, ഓൺ കീ ഡൗൺ ആൻഡ് ഓൺ കീ അപ്പ്. ഏത് കീയാണ് ടൈപ്പ് ചെയ്തെന്നൊക്കെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഏത് കീയാണ് നിങ്ങൾ പ്രസ് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓൺ കീ ഡൗൺ ആൻഡ് ഓൺ കീ അപ്പ്. ഓൺ കീ അപ്പ് ആണെങ്കിൽ ആ കീ റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടതാണ്. ഓൺ കീ ഡൗൺ ആകുമ്പോൾ ആ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇവൻറ്റുകളാണ്. ഈ 5 ഇവൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൗസിൻ്റെ 3 ഓൺ ക്ലിക്ക്, ഓൺ മൗസ് എൻ്റർ, ഓൺ മൗസ് ലീവ്. കീബോർഡിന് 2 ഓൺ കീ ഡൗൺ, ഓൺ കീ അപ്പ്. റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഡിസ്പ്ലേ സ്ക്വയർ ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ഇൻ എ വെബ് പേജ്. ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യുന്നതിനൊരു കോഡ് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. VAR ഇസ് ഈക്വൽ ടു നം. നമ്മൾ വേരിയബിൾ ഉണ്ടാക്കി ഇനി ഒരു ഫോർ ലൂപ്പാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. ഫോർ നം ഈസ് ഈക്വൽ ടു 1. 1 മുതൽ 10 വരെ നമ്പേഴ്സ് വേണമല്ലോ, എന്നാലേ നമുക്ക് അതിന് സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. നം ലെസ് ഓർ ഈക്വൽ 10, നം പ്ലസ് പ്ലസ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് സ്ക്വയർ ഓഫ്, അപ്പോൾ സ്ക്വയർ ഓഫ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നം പ്ലസ് ഈസ്. നമ്പർ ന്യൂമറിക്കാണ്, പ്ലസ് പിന്നെ ഇപ്പുറത്തെ സ്ട്രിങ് ആയതുകൊണ്ട് കോൺകാറ്റിനേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മിൻ്റെ വാല്യൂ ആയത് 1 ആണല്ലോ, അപ്പോൾ എന്താ വരിക? സ്ക്വയർ ഓഫ് 1 ഈസ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നം ഇൻറ്റു നം, നമ്മിൻ്റെ സ്ക്വയർ. ഇപ്പോൾ നം 2 ആണെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ എന്താ വരിക? സ്ക്വയർ ഓഫ് 2 ഈസ് 2 × 4. BR എന്തിനാ? അടുത്ത വരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വലിയ പണിയൊന്നുമില്ല. വർക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമ്മൾ ജസ്റ്റ് ജീനി ഓപ്പൺ ചെയ്യാം. ഞാൻ ജീനി ഓപ്പൺ ചെയ്യാം. ജീനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് HTML ടാഗ് കൊടുത്ത് നമുക്കിതിന് സേവ് ചെയ്യാം. ആദ്യം ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ഇതിന് test.html എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യണം. test.html. ഓക്കെ, സേവ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് വലുതാക്കാം. HTML, then head, ടൈറ്റിൽ വെറുതെ സാമ്പിളിന് കൊടുക്കണം. ഇനി ബോഡി ടാഗ്. ബോഡി ടാഗിനുള്ളിൽ ഞാൻ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കണം. ഓക്കെ, /body കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് വേണം? /HTML. ഇനി ഞാൻ ഈ വെബ് പേജിനെ സേവ് ചെയ്തു. ഇത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് എൻ്റെ റിസൾട്ട് കാണാം. ഇതിൽ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ റൺ ചെയ്താൽ മതി. ജസ്റ്റ് വെയിറ്റ്, എന്തെങ്കിലും ചെറിയൊരു തകരാറുണ്ടാവും അതിനകത്ത്. നോക്കട്ടെ. VAR നം. ശ്രദ്ധപ്പെട്ടില്ല. VAR എൻ്റെ കേസാണ് പ്രശ്നം. ഓക്കെ, കണ്ടല്ലോ.
VARൻ്റെ കേസാണ് പ്രശ്നം. അപ്പം ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്, ചെറിയ എറേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഡീബഗ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. C++ൻ്റെ പോലെ എറേഴ്സ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കണം കുറച്ചൊരു പ്രയാസമാണ്. അതൊഴിച്ചാൽ പിന്നെയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പറ്റുന്ന ചോദ്യത്തിലേക്ക്. ഡാഷ് ഈസ് ദ കീവേഡ് യൂസ്ഡ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നാണ് ചോദ്യം. ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന കീവേഡ് നമ്മളിപ്പോൾ പല എക്സാമ്പിൾസിലും കണ്ടു. ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ. ഒരു എക്സാമ്പിളാണ്, ചെറിയൊരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഫംഗ്ഷൻ സം A, B, എയും ബിയും കൂടി ആഡ് ചെയ്യാനുള്ളൊരു ചെറിയ ഫംഗ്ഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫംഗ്ഷൻ സം A, B. VARC ഇവിടെയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ ആവുന്നുണ്ട്, സ്മോൾ ലെറ്റർ വേണം കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് കീവേഡ് VAR സ്മോൾ ലെറ്റർ ആണ്. VARC C A plus B return C. Okay. Then use suitable terms from the given list to complete the JavaScript function to display the square of the number given in a warning window. ഒരു വാർണിംഗ് വിൻഡോയിൽ നമുക്ക് ഈ നമ്പറിൻ്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ള പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്, അവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് വെച്ച് ഫില്ല് ചെയ്യണം? VAR, ഡോക്യുമെൻ്റ്, അലർട്ട്, കേസ്, ഫംഗ്ഷന്, ഈസ്, NAN, SQR, വാല്യൂ. നമുക്ക് നോക്കാം. ഇവിടെ വരേണ്ടത് എന്താണ്? ഫംഗ്ഷൻ. ഇവിടെ വേരിയബിൾസിൻ്റെ ഡെഫിനേഷനാണ് VAR. നം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ഇതിനകത്ത് SQR എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ നം, SQR. VAR നം, SQR. ദെൻ നം ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താ? ഡോക്യുമെൻ്റ് ഡോട്ട് FRM², അത് ഫോമിൻ്റെ പേരാണ്. ഡോട്ട് TXT നം ഡോട്ട്, ഇവിടെ വരേണ്ടത് വാല്യൂ ആണ്. നമ്മൾ മുമ്പുള്ള പല എക്സാമ്പിൾസിലും അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ SQR ഈസ് ഈക്വൽ ടു നം ഇൻറ്റു നം, നം ഇൻറ്റു നം, നമ്മോട് വിളിച്ചതിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. ഇനി ഇവിടെ വരേണ്ടത് അതൊരു വാർണിംഗ് വിൻഡോയിൽ വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അലർട്ട് ബ്രാക്കറ്റിൽ SQR, അലർട്ട് ബ്രാക്കറ്റിൽ SQR. അപ്പോൾ ഫില്ലിൻ്റെ വരാനുള്ളത് പറയാം. ഫംഗ്ഷന് VAR, നം കഴിഞ്ഞിട്ട് ഇവിടെ SQR, ഇവിടെ ഡോക്യുമെൻ്റ്, ഇവിടെ വാല്യൂ, അതൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ അലർട്ട്. ഓക്കെ, ആൻസർ ഒന്ന് നോക്കാം. ഇവിടെ കണ്ടല്ലോ അല്ലേ? നമുക്കത് ഇമേജ് ഒന്ന് വലുതായിട്ട് വ്യൂ ചെയ്യാം. റൈറ്റ്, ഫംഗ്ഷൻ ഡിസ്പ്ലേ VAR നം, SQR, നം ഈക്വൽ ടു ഡോക്യുമെൻ്റ് ഡോട്ട് FRM ഡോട്ട് TXT നം ഡോട്ട് വാല്യൂ, അലർട്ട് SQR. റൈറ്റ്, 23ാമത്തെ ചോദ്യത്തിലേക്ക്. The JavaScript function given below is used to display the sum of digits of a given number. Fill in the blanks to complete it. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതേപോലെ തന്നെ തൊട്ടുമ്പത്തെ കോളം പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം വേണ്ടത്. ഇവിടെ എന്തൊക്കെ വേണം? ഇവിടെ ഊഹിക്കുന്ന പോലെ തന്നെ ഫംഗ്ഷൻ, ഇവിടെ ഡോക്യുമെൻ്റ് ഡോട്ട് FRM1 ഡോട്ട് TXT1 ഡോട്ട് വാല്യൂ, ഇവിടെ ഫോർ S is equal to 0, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിനാണ് ചോദ്യം പറഞ്ഞത്? സം ഓഫ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ n നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ 0, അതാണ് അടുത്ത കണ്ടീഷൻ വരേണ്ടത്. S is equal to S plus n percentage 10, n-നെ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നടക്കേണ്ടത്. ഡോക്യുമെൻ്റ് ഡോട്ട് FRM ഡോട്ട് TXT ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു S. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ചില ടോപ്പിക്കുകൾ, കണ്ടന്റുകളാണ്. ഇവിടെ ജാവാസ്ക്രിപ്റ്റിനെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരാൻ പാടില്ലാത്തതാണ്. എന്തായാലും വന്നുപോയി, ഇപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യണം. n% 10, അപ്പോൾ n-നെ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ്. ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ. റൈറ്റ്, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ VAR n, S, n is equal to document dot FRM dot TXT dot value. ദെൻ നമുക്കത് വേറൊരു വ്യൂ ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പ്രശ്നമാവും. സേവ് ആസ് കൊടുക്കാം. സേവ് ആസ് കൊടുത്തിട്ട് നമുക്കതിനെ ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, കണ്ടല്ലോ, ഫംഗ്ഷൻ വന്നു, ഇവിടെ വാല്യൂ, ഇവിടെ n not is equal to 0, ഇവിടെ n% 10. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലിസ്റ്റ് ഔട്ട് വേരിയസ് അപ്ലിക്കേഷൻസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. എന്തൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ അപ്ലിക്കേഷൻ? നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കുറേ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ അപ്ലിക്കേഷൻ? യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ചാപ്റ്റർ നമ്പർ 4-ലാണ്, വെബ് ടെക്നോളജിയിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സമയത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോഴാണ് വല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇവിടേക്ക് വെച്ചത് ജാവാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഫോം വാലിഡേഷൻ, ഒന്ന് ഫോം വാലിഡേഷനാണ്. JavaScript is used to verify or validate data in a form before sending it to the server. സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഫോമിലെ ഡേറ്റ പിന്നെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതിനുള്ള വാലിഡേഷൻ എക്സാമ്പിൾ ന്യൂമറിക് ആണോ നോക്കുന്നത്, അതുപോലെ 100ൻ്റെ മുകളിലാണോ നോക്കുന്നത്, അതുപോലെ
വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ സെർവറിൻ്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. മറ്റേ തെറ്റായ ഡാറ്റ പോയി കഴിഞ്ഞാൽ വെറുതെ പ്രോഗ്രാം റൺ ചെയ്യും, റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും സാധ്യമില്ലാത്ത തരത്തിലുള്ള വാല്യൂസ് നമ്മൾ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹയർ സെക്കൻഡറി റിസൾട്ട് വരുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന രജിസ്റ്റർ നമ്പറാണെങ്കിൽ മാത്രം അങ്ങനെ സെർവർക്ക് സെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ട. നമ്പറിന് 7 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 7 ഡിജിറ്റ് ഇല്ലാത്ത 5 അക്കോ 6 അക്കോ 7 10 അക്കോ ഒക്കെ ആണെങ്കിൽ നമ്മളത് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാം. അതിനാണ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. 2, സിമ്പിൾ കാൽക്കുലേഷൻസ്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമ്മുടെ സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊന്നും സെർവറിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യാം. ആനിമേഷൻസ്, നമുക്ക് ആനിമേഷൻസ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ആനിമേഷൻസിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മൗസ് കൊണ്ടുവരുന്ന സമയത്ത് അത് മാറുന്നത്, നേരത്തെ ടേബിളിലൊക്കെ കണ്ടില്ലേ, അവിടെ വരുമ്പോൾ കളർ മാറുന്നതൊക്കെ ചെറിയ ആനിമേഷൻ്റെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് അജാക്സ്. അജാക്സ് സ്റ്റാൻഡ്സ് ഫോർ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. ഓക്കെ, അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. പിന്നെ അവിടുന്ന് ശേഷം ഇവിടുന്ന് പറഞ്ഞാൽ മതി, അജാക്സ് ടെക്നോളജിൻ്റെ ഇവിടുന്ന് ബാക്കി പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ അതിൻ്റെ XML എന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. XML സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് വിച്ച് മേക്സ് ഇറ്റ് ഈസിയർ ടു ഡിഫൈൻ ന്യൂ ടാഗ്സ് ബൈ യൂസേഴ്സിന് പുതിയ ടാഗുകൾ ഉണ്ടാക്കാൻ അനുവദിക്കുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ് XML ഒരു കമ്മ്യൂണിക്കേഷന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയും കൂടിയാണ്. The Ajax technology allows web developers to send and receive data from servers in small amounts. ചെറിയ അളവിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്, അത് നമ്മൾ പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇറ്റ് അലൗസ് അസ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജ് വിത്തൗട്ട് റീലോഡിങ് എൻ്റയർ കണ്ടന്റ് ഓഫ് ദ വെബ് പേജ്. ഒരു വെബ് പേജിന് മുഴുവൻ കണ്ടന്റും റീലോഡ് ചെയ്യാതെ നമുക്കതിലെ ചെറിയ പോർഷൻസ് ഒക്കെ ആയിട്ട് മാറ്റാം. ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആവും. അജാക്സ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ള ടെക്നോളജിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ അവിടെ ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇത് അപ്പോൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, എക്സാമ്പിൾ കാണിക്കാനും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അജാക്സ് സ്റ്റാൻഡ്സ് ഫോർ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. It's a technology that allows web developers to send and receive data from servers in small amounts. It allows us to create dynamic web pages without reloading entire contents of the web page. നമുക്ക് അതിൻ്റെ അജാക്സിൻ്റെ ഒരു വർക്കിംഗ് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫോം ഉണ്ട്. ഈ ഫോമിനകത്ത് ഞാൻ ഒരു അഡ്മിഷൻ നമ്പർ കൊടുക്കണം 1000. ഈ അഡ്മിഷൻ നമ്പർ കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടിയുടെ പേര് ഇവിടെ വന്നു, അതുപോലെ ക്ലാസ് വന്നു, അതുപോലെ ഫോൺ നമ്പർ ഇവിടെ വന്നു. ഓക്കെ, ഇനി വേറൊരു കുട്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുത്തു, ഗെറ്റ് ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ ഇവിടെ കണ്ടൻസ് ഒക്കെ മാറിയത്. ദിസ് ഈസ് അജാക്സ്. ഈ പേജ് ഒന്നും റീലോഡ് ചെയ്യുന്നില്ല, ഈ കണ്ടൻറ്റ് ഈ 3 ബോക്സിൽ മാത്രമാണ് ഇത് ഫില്ലാവുന്നത്. ഓക്കെ, ഇല്ലാത്തൊരു അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവിടെയൊക്കെ ഒന്നും വരില്ല, ആ രൂപത്തിൽ അത് മാറി വരും. കണ്ടോ, ഉള്ളൊരു അഡ്മിഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ആ കണ്ടൻറ്റ് വരും. അപ്പോൾ ഇതിന് ബിഹൈൻഡ് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സെർവർ സൈഡിൽ വർക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ബിഹൈൻഡ് ദ സീനാണ് നടക്കുന്നത്, നമ്മളിവിടെ കാണുന്നില്ല. ഇവിടെ നിങ്ങൾ സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പോലെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ പേരുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ പേരൊക്കെ എടുത്തുകൊണ്ടുവന്നത് വേറെ റിമോട്ടായിട്ട് എവിടെയോ കിടക്കുന്ന ഒരു സെർവറിൽ നിന്നാണ് എടുത്തുകൊണ്ടുവന്നിട്ടുള്ളത്. അതൊന്നും യൂസർ അറിയില്ല, യൂസർ അറിയാതെ തന്നെ അത് ചെയ്യാൻ പറ്റും. ദാറ്റ് ടെക്നോളജി ഈസ് കോൾഡ് അജാക്സ്. അജാക്സിന് വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സൈറ്റ് ഇവിടെ കൊണ്ടുവരികയാണ്, ഒരു ചെറിയ സൈറ്റ് ഇവിടെ കൊണ്ടുവരികയാണ്. ഒരു സൈറ്റ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ട്രഷറിയുടെ ഒരു സൈറ്റാണ്. ആ സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരു ക്യാപ്ചർ കോഡ് ഉണ്ട്. നമ്മൾ ഈ റിഫ്രഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ക്യാപ്ചർ കോഡ് മാത്രം മാറണം. കണ്ടോ, വേറെ എൻ്റയർ വെബ് പേജ് റീലോഡ് ആവാതെ അത് മാത്രം കാണണം. സ്പാർക്കിൻ്റെ സൈറ്റിൽ അജാക്സ് ഉപയോഗിക്കുന്നില്ല. അവിടെ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ മൊത്തം പേജ് റീലോഡ് ആവുകയാണ് ചെയ്തത്. വേണമെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ മാത്രമാണ് മാറി വരുന്നത്. ഓക്കെ, സ്പാർക്കിൻ്റെ സൈറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാത്ത ആളുകൾക്ക് ഒന്നും കൂടി കാണിക്കാം. സ്പാർക്കിൻ്റെ സൈറ്റ് സത്യത്തിൽ ഞാൻ സ്പാർക്കിൻ്റെ സൈറ്റ് എടുത്തത് അജാക്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ കണ്ടോ, ഒരു ക്യാപ്ചർ കോഡ് വരുന്നുണ്ട്. ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പേജിന് രണ്ടാമത് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിയർ അജാക്സ് ഈസ് നോട്ട് യൂസ്ഡ്. അജാക്സ് ഉപയോഗിക്കാതെ വരുമ്പോൾ ഈ പേജ് പിന്നെ ഓരോ പ്രാവശ്യം റിഫ്രഷ് ചെയ്യുമ്പോഴും ഈ മൊത്തം ഡാറ്റ വീണ്ടും ഡൗൺലോഡ് ചെയ്യണം. ഇത്രയുള്ള സാധനങ്ങൾ ഫുള്ള് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ട്രാഫിക് അതിനകത്ത് ഉണ്ടാവും. അജാക്സ് ആകുമ്പോൾ ഈ ഒരു കോഡ് മാത്രമേ പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അതിനുള്ള എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാഫിക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ.